Then second problem is the probability that a doctor will diagnose a particular disease correctly is 0.6. The probability that a patient will die by his treatment after correct diagnosis is 0.4. And the probability of death by wrong diagnosis is 0.7. A patient of the doctor who had the disease died. What is the probability that his disease was not correctly diagnosed? ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു ഡോക്ടർ ഒരു പർട്ടിക്കുലർ ഡിസീസ് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യുന്നതിനുള്ള പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. അത് 0.6 ആണ്. ഇപ്പോൾ ഒരു ഡോക്ടർ ഒരു ഡിസീസ് കറക്റ്റ് ഡയഗ്നോസ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.6 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്ത പറഞ്ഞിരിക്കുന്നത് പേഷ്യൻ്റ് ഡൈ ആകാൻ എപ്പോഴാണ്? ആഫ്റ്റർ കറക്റ്റ് ഡയഗ്നോസിസ്. അപ്പോൾ കറക്റ്റ് ഡയഗ്നോസിസിന് ശേഷം ആ പേഷ്യൻ്റ് ഡൈ ആകുന്നതിനുള്ള ചാൻസ് എന്ന് പറയുന്ന ചാൻസ് മീൻസ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ഡെത്ത് ഡൈ ആകാനുള്ള പ്രോബബിലിറ്റി ബൈ റോങ് ഡയഗ്നോസിസ്. റോങ് ഡയഗ്നോസിസിന് ശേഷം കറക്റ്റായിട്ടല്ല ഇൻകറക്റ്റ് ഡയഗ്നോസിസിന് ശേഷം ആ പേഷ്യൻ്റ് ഡൈ ആകാനുള്ള പ്രോബബിലിറ്റിയാണ് 0.7 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു പേഷ്യൻ്റ് എന്ന് പറയുന്നത് ഒരു ഡിസീസ് ഉണ്ടായിരുന്ന ഒരു പേഷ്യൻ്റ് എന്ത് ചെയ്തു? ഡൈ ആയി. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഹിസ് ഡിസീസ് വാസ് നോട്ട് കറക്റ്റ്ലി ഡയഗ്നോസ്ഡ്? അപ്പോൾ ആ പേഷ്യൻറ്റിന് കറക്റ്റ് ഡയഗ്നോസിസ് കിട്ടിയില്ല. കിട്ടാത്തതിൻ്റെ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഹിസ് ഡിസീസ് വാസ് നോട്ട് കറക്റ്റ്ലി ഡയഗ്നോസ്ഡ്? അപ്പോൾ അയാളുടെ ഡിസീസ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാത്തതിൻ്റെ പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് ലെറ്റ് B1 നമുക്ക് ഇവൻറ്റുകൾ കൊടുക്കാം. ലെറ്റ് B1 ബി ദി ഇവൻറ്റ് ഓഫ് കറക്റ്റ് ഡയഗ്നോസിസ്. ലെറ്റ് B1 ബി ദി ഇവൻറ്റ് ഓഫ് കറക്റ്റ് ഡയഗ്നോസ്. കറക്റ്റ് ഡയഗ്നോസിൻ്റെ ഇവൻറ്റിനെ B1 ആയിട്ട് ചൂസ് ചെയ്യുന്നു. ദെൻ ഗിവൺ ദാറ്റ് കറക്റ്റ് ഡയഗ്നോസിൻ്റെ പ്രോബബിലിറ്റി എത്രയാണെന്ന് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് B1 ദാറ്റ് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് കറക്റ്റ് ഡയഗ്നോസ് ഈസ് ഈക്വൽ ടു 0.6 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഡയഗ്നോസിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0.6 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ഡയഗ്നോസിനെ നമ്മൾ B1 എന്നെടുത്താൽ B2 എന്ന് പറയുന്നത് എന്തായിട്ട് എടുക്കാം? B2 ഈസ് ദി ഇവൻറ്റ് ഓഫ് റോങ് ഡയഗ്നോസ് എന്ന് എടുക്കാം. ഇപ്പോൾ B2 ബി ദി ഇവൻറ്റ് ഓഫ് റോങ് ഡയഗ്നോസ് ആണ്. ദെൻ വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ഓഫ് B2? ഇത് നമുക്ക് തന്നിട്ടില്ല. റോങ് ഡയഗ്നോസിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനകത്ത് ഡയറക്റ്റായിട്ട് തന്നിട്ടില്ല. നമുക്കറിയാവുന്നത് കറക്റ്റ് ഡയഗ്നോസും റോങ് ഡയഗ്നോസും കൂടെ ചേരുമ്പോൾ എന്താവും? ടോട്ടൽ പ്രോബബിലിറ്റി ആവും. നമുക്കറിയാം ടോട്ടൽ പ്രോബബിലിറ്റിയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഇപ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്ന 1 ആണ്. ആ 1ൻ്റെ വാല്യൂവിൽ കറക്റ്റ് ഡയഗ്നോസ് 0.6 ആണെങ്കിൽ 0.6 ആണെങ്കിൽ റോങ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത് എത്ര കിട്ടും? That is 1 minus probability of correct diagnosis. That is 1 minus P of B1 probability of correct diagnosis. That is equal to 1 minus 0.6 is equal to 0.4 എന്ന് കിട്ടും. അപ്പോൾ റോങ് ഡയഗ്നോസിസിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് ഡയറക്റ്റ് പ്രോബ്ലത്തിൽ തന്നിട്ടില്ല. കറക്റ്റ് ഡയഗ്നോസിസ് മാത്രമേ തന്നിട്ടുള്ളൂ. അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്ന 0.6 ആണ്. അങ്ങനെയാണെങ്കിൽ റോങ് ഡയഗ്നോസിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് തന്നെ കറക്റ്റ് എഴുതാൻ പറ്റും. ദറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് B2 ഈസ് ഈക്വൽ ടു 0.4 എന്ന് കിട്ടും. ദെൻ ലെറ്റ് A ബി ദി ഇവൻറ്റ് ഓഫ് പേഷ്യൻ്റ്
ഡൈഡ്. ലെറ്റ് എ ബി ദി ഇവൻ്റ് ഓഫ് പേഷ്യൻ്റ് ഡൈഡ്. അപ്പോൾ എ എന്ന് പറയുന്നത് ഇവൻ്റ് ഏതിനെ കൊടുക്കുന്നു? പേഷ്യൻ്റ് ഡൈഡിന് നമ്മൾ എ എന്ന് പറയുന്ന ഇവൻ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് പേഷ്യൻ്റ് ഡൈ ആകുന്നു എപ്പോഴൊക്കെ? കറക്റ്റ് ഡയഗ്നോസിന് ശേഷവും റോങ് ഡയഗ്നോസിന് ശേഷവും പേഷ്യൻ്റ് എന്താകുന്നു? ഡൈ ആകുന്നതിനുള്ള പ്രോബബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് the patient died after correct diagnosis, that is probability of A given B1. Probability of patient died after correct diagnosis അത് നമുക്ക് തന്നിട്ടുണ്ട്. A given B1 is equal to എത്രയാണെന്ന് തന്നിട്ടുണ്ട്? കറക്റ്റ് ഡയഗ്നോസിന് ശേഷം പേഷ്യൻ്റ് ഡൈ ആകുന്നതിനുള്ള പ്രോബബിലിറ്റി 0.4 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് A given B2 തന്നിട്ടുണ്ട്. വട്ട് ഈസ് A given B2? പ്രോബബിലിറ്റി ഓഫ് the patient died after wrong diagnosis, that is probability of A given B2 is equal to, that is 0.7, that are given. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കാനുള്ളത്? ഒരു പേഷ്യൻ്റ് ഡൈ ആയി, ആ ഡൈ ആയത് എപ്പോഴാണെന്ന് കണ്ടുപിടിക്കണം. കറക്റ്റ് ഡയഗ്നോസിന് ശേഷം ഉള്ള ആണ് അയാൾ ഡൈ ആയത് എന്നുള്ള അതിൻ്റെ പ്രോബബിലിറ്റി. കറക്റ്റ് ഡയഗ്നോസിന് ശേഷം ഡൈ ആയതിൻ്റെ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കാനുള്ളത്. ദറ്റ് ഈസ് കറക്റ്റ് ഡയഗ്നോസ്, കറക്റ്റ് അല്ല, റോങ് ഡയഗ്നോസ്, നോട്ട് കറക്റ്റ്ലി ഡയഗ്നോസ്ഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം നോട്ട് കറക്റ്റ്ലി ഡയഗ്നോസ് എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് റോങ് ഡയഗ്നോസ് ആണ്. ദറ്റ് ഈസ് B2. ദറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് B2 ഗിവൺ A. ഒരു പേഷ്യൻ്റ് എന്ന് പറയുന്നത് മരിച്ചു, ആ മരിച്ചതിന് ശേഷം എന്ത് കണ്ടുപിടിക്കണം? വാട്ട് ഈസ് ദി പ്രോബബിലിറ്റി ദാറ്റ് ഹിസ് ഡിസീസ് വാസ് നോട്ട് കറക്റ്റ്ലി ഡയഗ്നോസ്ഡ്. അപ്പം നോട്ട് കറക്റ്റ്ലി ഡയഗ്നോസ്ഡ് എന്ന് പറഞ്ഞാൽ ദറ്റ് ഈസ് റോങ് ഡയഗ്നോസ് ആണ്. ദറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് B2 ഗിവൺ A ആണ് കണ്ടുപിടിക്കാനുള്ളത്. പ്രോബബിലിറ്റി ഓഫ് B2 ഗിവൺ A ഈസ് ഈക്വൽ ടു, നമുക്ക് ഫോർമുല ബേയേഴ്സ് തിയറം വെച്ച് എഴുതാം. അപ്പോൾ ഇവിടെ ഐയുടെ സ്ഥാനത്ത് ഇവിടെ എന്ത് വന്നിരിക്കുന്നു? 2 വന്നു. സോ P of B2 into P of A given B2 divided by P of B1 into P of A given B1 plus P of B2 into P of A given B2. That is equal to P of B2 ൻ്റെ വാല്യൂ നമുക്കറിയാം. ദറ്റ് ഈസ് 0.4 into A given B2. What is A given B2? That is 0.7. 0.7 divided by P of B1. P of B1 is 0.6 into A given B1 is 0.4 plus A given P of B2. P of B2 is 0.4 into A given B2 is 0.7. That is equal to 0.28 divided by 0.24 plus 0.28. That is equal to 0.28 divided by, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? That is 0.52 എന്ന് കിട്ടും. That is equal to 0.54. That is the answer.